ഒരു ഗ്രാമത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവന് പഠിക്കാനും എഴുതാനും ഒക്കെ അല്പം ബുദ്ധിമുട്ടായിരുന്നു. കുട്ടികൾ അവനെ കളിയാക്കി, മാതാപിതാക്കളാണെങ്കിൽ അവനെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി കുറ്റപ്പെടുത്തി. പഠിക്കാൻ മടിയനാണ്, മണ്ടനാണ് എന്നെല്ലാം അവർ വിളിച്ചു. എന്നാൽ അവന് പഠിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവന് ദേഷ്യമായി, അരിശമായി, കോപ്പി അടിക്കാൻ തുടങ്ങി, എല്ലാവരോടും ദേഷ്യപ്പെടുവാൻ തുടങ്ങി. അവസാനം നിരാശയായി അവൻ വീട് വിട്ട് ഓടിപ്പോയി. ഓടിത്തളർന്ന ആ ബാലൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയി ഇരുന്ന് ഉറങ്ങിപ്പോയി. അവിടെ ഒരു വൃദ്ധനായ കർഷകൻ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അയാള് വിത്തെടുത്ത് വലിയ കുഴി കുഴിച്ച് വിത്ത് നടുന്നത് അവൻ നോക്കി നിന്നു. അപ്പോഴാണ് ആ വൃദ്ധൻ ഈ കുട്ടിയെ ശ്രദ്ധിച്ചത്. അവന്റെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞു, ഈ ചെറിയ വിത്ത്, നീ കാണുന്ന ഈ ചെറിയ വിത്ത് ഞാൻ കാണുന്ന ഒരു വലിയ വൃക്ഷമായിട്ടാണ്. ഇതിനെ നട്ടു പരിപാലിക്കുമ്പോൾ അത് വലിയ വൃക്ഷമാകും, ധാരാളം ആളുകൾക്ക് ഫലം നൽകും, പക്ഷികൾക്ക് സങ്കേതമാകും, യാത്രക്കാർക്ക് തണലും നൽകും. ഇത് ചെറുതാണ് എന്ന കാരണത്താൽ ഉപേക്ഷിക്കാതെ നാളെ ആയിത്തീരാൻ പോകുന്നതിനെ ഓർത്ത് പരിപാലിക്കുകയാണ് വേണ്ടത്. ഈ വാക്കുകൾ കുട്ടിയുടെ ഹൃദയത്തെ സ്പർശിച്ചു. അവൻ വിത്തിലേക്കും സ്വന്തം ജീവിതത്തിലേക്കും നോക്കി. ഈ വിത്തിന് വലിയ ഒരു വൃക്ഷമാകാൻ കഴിയുമെങ്കിൽ എനിക്കും വളരാൻ കഴിയും. കഴിഞ്ഞ പരാജയങ്ങളല്ല, ഇനിയുള്ള ശ്രമങ്ങളാണ് എൻ്റെ നാളെയെ തീരുമാനിക്കേണ്ടത്. അവൻ തിരികെ വീട്ടിലേക്ക് പോയി കഠിനാധ്വാനം ചെയ്ത് ലോകം ആദരിക്കുന്ന ഒരാളായി മാറി. പ്രിയ സുഹൃത്തുക്കളെ, അവൻ വളരെ മിടുക്കനായി വലിയവനായത് അവൻ വലിയ ബുദ്ധിമാനായതുകൊണ്ടല്ല, പിന്നെയോ അവൻ്റെ ആത്മവിശ്വാസം കൊണ്ട്, അവൻ്റെ പരിശ്രമശീലം കൊണ്ട്. നിങ്ങളിൽ പലർക്കും പല പ്രശ്നങ്ങളുണ്ടാകാം, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകാം, പരാജയങ്ങളുണ്ടാകാം. എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കാൻ വഴിയുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വിത്തിനെ തട്ടി ഉണർത്താൻ, വിശ്വാസം തിരികെ എടുക്കാൻ TMRT നിങ്ങളെ സഹായിക്കും. ഓഗസ്റ്റ് 24-ാം തീയതി രാവിലെ 10 മണി മുതൽ 4 മണി വരെ ചെത്തിപ്പുഴയിലെ സെൻട്രൽ വെച്ച് നടത്തുന്ന ഏകദിന വർക്ക്ഷോപ്പിൽ പങ്കെടുക്കൂ. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആർക്കും ഇതിൽ പങ്കെടുക്കാം. പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ധാരാളം ചലഞ്ചസ് ഈ കാലയളവിൽ നാം കാണാറുണ്ട്. ഒരു കുട്ടിയും ഇവൻ നന്നാകില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാതെ എന്ത് ചെയ്താൽ ഇവൻ ശരിയാകും എന്ന് ക്രിയാത്മകമായി ചിന്തിക്കാം. TMRTയിൽ നടത്തുന്ന ഈ വർക്ക്ഷോപ്പിലേക്ക് കുട്ടികളെ അയക്കൂ. കഥയിലെ വൃദ്ധനെ പോലെ പ്രതീക്ഷ വിതയ്ക്കുന്നവരാകാൻ, സ്വപ്നങ്ങൾക്ക്